പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ഫ്രീ ആയ മൈൻഡിൽ നമുക്ക് ഇവിടെ ഇരിക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു രീതിയിൽ സജ്ജീകരിച്ച് തന്ന പ്രിയപ്പെട്ട KMCC ആണ് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അതിന് അവരോട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഒരു ലഹരി വിമുക്തമായിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ യുവാക്കൾ ആ ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു ഞങ്ങളുടെ തുടക്കം. ഇവിടെ ഒരുവിധ ആളുകളൊക്കെ പറയുന്നുണ്ട് സലാമിലെ ലൈബ്രറി ആ രീതിയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് അതെ, അത് ആ വ്യക്തിയെ കുറിച്ച് പറയാതെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഹായ് ഗൈസ്, ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ നാട്ടിലാണ്. CSS ലൈബ്രറി പുതിയ ഭാവത്തിലും രൂപത്തിലും ഇതാ വളരെ അത്യാധുനിക സൗകര്യത്തോടു കൂടി നിർമ്മിച്ച ഹൈടെക് ലൈബ്രറി CSS 2.5 പതിറ്റാണ്ടിന്റെ ചേക്കാലിമാടിന്റെ ഹൃദയസ്പന്ദനം ഇതാ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. വിശേഷങ്ങളും കാര്യങ്ങളും അറിയാനും വേണ്ടി നമുക്ക് നമ്മുടെ പ്രസിഡന്റിനെ നമുക്ക് ഒന്ന് ക്ഷണിക്കാം. നമ്മൾ നിലവില് അപ്പൊ തൊട്ടപ്പുറത്തെ റൂമിലായിരുന്നു, വളരെ ഇടുങ്ങിയ റൂമായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നൊരു 1-2 പേര് നമുക്ക് പുസ്തകം വായിക്കാനും ഇതിനൊക്കെ വന്നിട്ട് നമുക്ക് അഥവാ തീരെ സൗകര്യം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു മാറ്റം വരുത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ വായിക്കാനുള്ള സൗകര്യമുണ്ട്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ഫ്രീ ആയ മൈൻഡിൽ നമുക്ക് ഇവിടെ ഇരിക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു രീതിയിൽ സജ്ജീകരിച്ച് തന്ന പ്രിയപ്പെട്ട KMCC ആണ് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അതിന് അവരോട് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ തൊട്ടടുത്ത ജസ്റ്റിലാണ് നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. പ്രിയപ്പെട്ട മുനവറലി തങ്ങളാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ 2-3 ദിവസത്തിനുള്ളിലായിട്ട് അതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ കഴിയും. ഇത്രത്തോളമാണ് നമ്മളിപ്പോ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്രയും വിപുലീകരമായ പുസ്തകം എല്ലാം കയറ്റിവെച്ചിട്ട് നല്ലൊരു സെറ്റപ്പിലാണ്, ഈ വായന നിലച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇവർ ഇത്രയും ഒരു കൂട്ടായ്മ ഇത്രയും കോലത്തിലാക്കിയെടുത്തത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട്? ഞാനിപ്പോ നമ്മളെ സെക്യൂർ ഭായ് ഇതിനെ പറ്റി ചെറിയൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ലൈബ്രറി ഇത്രയും നല്ലൊരു എന്താ പറയാ, ഒരു ബുക്ക് കണ്ടാൽ നമുക്ക് വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ ഇതിനെ പ്രേരിപ്പിച്ചത് ഇത്രയും കണ്ടീഷൻ ആക്കാൻ? നമ്മുടെ ഈ മുമ്പത്തെ ലൈബ്രറി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അതിനൊക്കെ നല്ലൊരു അട്രാക്ഷൻ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാല് മുൻപത്തെ നമ്മളെ സ്ഥല സൗകര്യത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം കുറിച്ചുകൊണ്ട് 25 വർഷങ്ങൾ പൂർത്തീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഓഫീസ് റൂമും അതുമായി ലൈബ്രറിയും വിപുലീകരിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ചത്. നമുക്കറിയാം, ഏകദേശം 3000-1500 പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ വെക്കാനുള്ള ഒരു സ്ഥല സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ മെമ്പറായ സൈദിനോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അജ്മാൻ KMCC-യുമായി സഹകരിച്ചുകൊണ്ട് ഏകദേശം 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ സെൽഫും കാര്യങ്ങളും നമുക്ക് അജ്മാൻ KMCC നൽകിയത്. തീർച്ചയായിട്ടും ഈ ആഴ്ച തന്നെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. കാരണം 25 വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 9 പേരുമായി നവരത്ന സാംസ്കാരിക സമിതി എന്ന സന്നദ്ധ സംഘടന തുടക്കം കുറിച്ച് ഇന്ന് ഏകദേശം 100ഓളം വരുന്ന മെമ്പേഴ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 പേരുമായിട്ട് ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങളടക്കമുള്ള സഹപ്രവർത്തകർ ലഹരിയുമായി തൊടാത്തതിന്റെ കാരണം ഒരുപക്ഷെ ആ സംഘടന ആയിരിക്കാം എന്നുള്ളത് അഭിമാനത്തോടെ കൂടെ പറയാൻ സാധിക്കപ്പെടും. 25 വർഷങ്ങൾ പിന്നിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിപുലീകരമായ ഒരു റൂം കാര്യങ്ങൾ സൗകര്യങ്ങൾ വേണമെന്നതാണ് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത്. നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. നമുക്കൊരു ബുക്ക് ഇങ്ങനെ നല്ല വൃത്തിയിൽ വെക്കുന്നുണ്ട്. മറ്റുള്ള സാധാരണ ബുക്ക് ഉണ്ട്, ലൈബ്രറിന്റെ ഒരു ഓഫീസ് ഉണ്ട്, പക്ഷെ ബുക്ക് അലങ്കോലമായിട്ട് കിടക്കുന്നു. ഇത് നല്ല ഫിനിഷിംഗ് കിടക്കുന്നുണ്ട്. അപ്പോ ആരായാലും ഒരു ബുക്ക് കണ്ടാലേ ഇത് മറിച്ച് നോക്കിയെങ്കിലും ചെയ്യും. തീർച്ചയായിട്ടും കണ്ടീഷനിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യം കൊണ്ടാണ് ഇത്തരം ഒരു ഇതിലേക്ക് ഞങ്ങൾ വന്നത്. തീർച്ചയായിട്ടും പൊതുജനങ്ങളിലേക്ക് സമക്ഷയം ഇത് സമർപ്പിക്കപ്പെടുകയാണ് ഈ ആഴ്ച. ചേക്കാലിമാട് സാംസ്കാരിക സമിതി നമ്മള് 2.5 പതിറ്റാണ്ട് ആയല്ലോ. ഇതിന്റെ ആദ്യത്തെ ഒരു ആശയം ആരെ കൊണ്ടുവന്നത്? ഈ 9 പേരുമായിട്ടായിരുന്നു തുടക്കം കുറിച്ചത്. നമുക്ക് അതിൽ അറിയാം, ഫൈസലായിരുന്നു അതിന് തുടക്കം കുറിച്ചത്. ഫൈസൽ ആൻഡ് PK നൗഷാദ്. അന്ന് 9 പേരെന്ന് വെച്ചാൽ PK നൗഷാദ്, ഷിഹാബ്, ഫസലുർ റഹ്മാൻ, പിന്നെ സക്കീർ, ഞാന്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുസ്തഫ, KT സക്കീർ, ഇത്തരം ആളുകളായിരുന്നു. CSS സംഘടന വരുമ്പോ
നമുക്കൊരു ദൗത്യം ഉണ്ടാവല്ലോ, എന്താ എങ്ങോട്ടത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആശയം. തീർച്ചയായിട്ടും ഒരു ലഹരി വിമുക്തമായിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ യുവാക്കൾ അതാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു ഞങ്ങളുടെ തുടക്കം. ലഹരി ഉപയോഗിക്കുന്നവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തൂല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് ലൈബ്രറി കൂടി വന്നപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് CSS എന്ന സംഘടനയിൽ അംഗത്തെടുക്കണമെങ്കിൽ സ്റ്റാർട്ടിങ്ങില് ലൈബ്രറി ഇല്ല. ഇല്ല. CSS എന്ന് പറഞ്ഞ ഒരു ക്ലബ്, ഒരു സാംസ്കാരിക 2000 തുടക്കം കുറിച്ചു. നവംബർ 1 തുടക്കം കുറിച്ചു. ഇന്ന് കഴിഞ്ഞ നവംബർ ആയത് ഏകദേശം 20 ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളെ അത്തരം ആളുകൾ മാറ്റി നിർത്തിയിട്ട് ഒരു സംഘടന. അത്രയാണ്. തീർച്ചയായിട്ടും അതിൽ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. 25 വർഷക്കാലം ഞാനടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ ലഹരിക്ക് എതിരാണ്, അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പ് പറയാൻ ഞങ്ങൾക്കൊണ്ട് സാധിക്കപ്പെടും. അപ്പൊ നല്ലൊരു അതാണ് സംഭവം. സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ലഹരി വിമുക്ത ഒരു സംഘടന. അപ്പൊ ഇനി ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ആഴ്ച തന്നെ അതിനെ എങ്ങനെ ഇതിന്റെ വിപുലീകരണം നല്ല ഉഷാറാക്കി തന്നെ എല്ലാവരെയും, എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി ഭേദം തന്നെ എല്ലാവരെയും ക്ഷണിക്കപ്പെട്ടുകൊണ്ട്, നമുക്കറിയാം ഇപ്പോ സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകളെ ക്ഷണിക്കപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങളുടെ കരണങ്ങളാൽ കൊണ്ട് ഈ ആഴ്ച തന്നെ അത് ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ മുൻകാല ഭാരവാഹി കൂടിയായ നമ്മുടെ റഷീദ് ഭായ് ഇവിടെ ഉണ്ട്. റഷീദ് ഭായ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖമായിട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ലൈബ്രറി, നമ്മളെ ഇതിന്റെ ഒരു ചെറിയൊരു വിശദീകരണം ഒന്ന് ആരാഞ്ഞാലും. ലൈബ്രറി എന്ന് പറഞ്ഞാല്, ഒരു ലൈബ്രറി എന്ന് പറയുന്നത് അവിടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചാ, 2.5 പതിറ്റാണ്ട് കാലം ചേക്കാലിമാടിന്റെ ഹൃദയസ്പന്ദനം നിങ്ങൾ കയറി വരുമ്പോ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, 2.5 പതിറ്റാണ്ട് കാലം എന്ന് പറഞ്ഞാല് ഒരു നാട് 2.5 പതിറ്റാണ്ട് കാലം ഒരു സംഘടന നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സംഘടന എത്രത്തോളം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തില്, സ്പന്ദനം എന്ന് പറഞ്ഞാല് ഹൃദയത്തില് എത്രത്തോളം എന്നുള്ളതിന്റെ തെളിവാണ് എന്ത് ഇന്ന് ഈ ലൈബ്രറി ഈ രീതിയിൽ സെറ്റ് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ തുറന്നു കൊടുക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളെ കരങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. 2.5 പതിറ്റാണ്ട് മുമ്പ്, 25 വർഷം മുമ്പ് ലഹരിക്കെതിരെയുള്ളൊരു പ്രസ്ഥാനമായിട്ടാണ് ചേക്കാലിമാട് സാംസ്കാരിക നിലവിൽ വരുന്നത്. അന്ന് ലൈബ്രറി ഇല്ല. നമ്മളൊക്കെ ഇതിന്റെ കടന്നു വന്നത് തന്നെ ലഹരിക്കെതിരെ ഉള്ള സംഘടന എന്നുള്ള നിലക്കാണ് നമ്മളൊക്കെ അതിലേക്ക് അടുത്തതും വന്നതും. അതിനുശേഷമാണ് ലൈബ്രറി എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ, കാരണം ഇതുമായിട്ട് സഹകരിച്ച ഒരുപാട് വ്യക്തികൾ, ഇതിന് പുസ്തകം തന്ന ആളുകൾ, അതുപോലെ നമ്മുടെ ഈ രീതിയിലേക്ക് എത്തിച്ച ഭാരവാഹികള്, അതുപോലെ നമ്മുടെ ലൈബ്രറിയൻ സലാം, ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരം സംവിധാനങ്ങളും കമ്പ്യൂട്ടറൈസറും ആക്കാത്ത സമയത്തും അതിൽ മിനിറ്റ്സിൽ എഴുതി ഇതിനുവേണ്ടി എല്ലാ സഹായങ്ങളും എല്ലാം ഇത് കൊണ്ടു നടക്കുന്ന വ്യക്തി. ഇവിടെ ഒരുവിധ ആളുകളൊക്കെ പറയുന്നുണ്ട് സലാമിലെ ലൈബ്രറി, ആ രീതിയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് പറയാതെ. അതെ, അത് ആ വ്യക്തിയെ കുറിച്ച് പറയാതെ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റൂല. അതേപോലെ തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ് എല്ലാ മെമ്പർമാരും, എല്ലാവരും സഹായ സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ലൈബ്രറി എത്ര കാലം ലൈബ്രറി ഇതിന് ശേഷം ഒരു 2010 ലൈബ്രറി നിലവിൽ വന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതിനുശേഷം അവിടെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയ റൂമിലായിരുന്നു. ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു 3000-ഓളം പുസ്തകമുണ്ട്. പുസ്തകം ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടപ്പോ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വായിക്കാനും ലൈബ്രറി വന്നിട്ട് പുസ്തകം എടുത്തുകൊണ്ട് പിന്നെ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലക്ക് ഒരു 25ാം വാർഷികത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 25ാം വാർഷികത്തിന് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണം. ആ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും വികസിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും, ഇതിന് TV കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതൊക്കെ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ സെറ്റ് ചെയ്യും. ബുക്കുകൾ കയറാനുണ്ട്. ഇപ്പൊ തന്നെ 3000-ഓളം പുസ്തകം നമ്മളെ കയ്യിലുണ്ട്. എല്ലാ മേഖലയിലുള്ളവർക്കും വന്ന് എടുക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ, പഠിക്കുന്നവർക്കും സാധാരണക്കാർക്കും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ. കാരണം വായന ഏത് മൊബൈൽ വന്നാലും എന്ത് വന്നാലും വായന മരിക്കാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ലൈബ്രറി സ്ഥാപനങ്ങളും അത്യാവശ്യമാണ്. അപ്പൊ അതിനും കൂടി മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങള് നമ്മളെ CSS ലൈബ്രറി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. അതിന്റെ സന്തോഷത്തിലാണ്
അതിനുള്ള എല്ലാ പരിപാടികളും കമ്മിറ്റി ഭാരവാഹികൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. എല്ലാ വിഭാഗ ജനങ്ങൾക്കും ആളുകൾക്കും ഏത് സമയത്ത് വന്നിട്ടും പുസ്തകം എടുക്കാനും വായിക്കാനും അറിവ് പകരാനും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ശരിക്കും നമുക്ക് എങ്ങനെ പോവാം? നമുക്ക് കുറെ നമ്മൾ വാങ്ങിയതാണോ എങ്ങനത്തെ? അത് നമ്മൾ നമ്മളെ വാങ്ങിച്ചതുണ്ട്, പിന്നെ സ്പോൺസറായിട്ട് നമ്മൾ കിട്ടിയതുണ്ട്. അതെ, നമുക്ക് വാർഷിക അലവൻസ് വരുമ്പോ അതിൽ നിന്ന് പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതുണ്ട്. നമ്മള് സലാമാക്കാനൊക്കെ കിട്ടണം. നല്ല കൂടുതൽ ഇപ്പൊ വീട്ടിൽ പോയി, അതുകൊണ്ട് ആളിവിടെ ഇല്ല. നമുക്കൊരു ഇന്റർവ്യൂ നമുക്ക് അടുത്ത വേറെ ചെയ്യാം തീർച്ചയായിട്ടും. അതായത് നല്ലൊരു ആശയമാണ് കൊണ്ടുള്ളത്. നമ്മുടെ CSS ലൈബ്രറി ചേക്കാലിമാട് 2.5 പതിറ്റാണ്ടിന്റെ ഹൃദയസ്പന്ദനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് അവര് 9 പേര് തുടങ്ങിയൊരു സംഭവം ഇന്ന് ഇത്രത്തോളം വളർന്ന് പന്തരിച്ച് എന്താന്ന് പറയാൻ വയ്യ, അത്രയും വളർന്നിട്ടുണ്ട് ഇവിടെ. അതിന്റെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനിയും ഇതിനുള്ള സെറ്റപ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.